ഏവർക്കും എന്റെ അഭിവാദനങ്ങൾ. ഒരു മഞ്ഞ് പെയ്യുന്ന രാവിൽ അന്ധകാരത്തിന്റെ 1000 രാവുകൾ താണ്ഡവമാടുമ്പോൾ സ്നേഹമുള്ളവരെ, എന്തൊരു മഴയല്ലേ! തുള്ളിക്കൊരുകുടം കലങ്ങി പെയ്തിറങ്ങുന്ന മഴത്തുള്ളികളെ ഗൗനിക്കാതെ, അന്ധകാരത്തെ കീറി മുറിച്ചു കിടക്കുന്ന മിന്നൽ പിടരുകളെ ഗൗനിക്കാതെ, ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മധ്യവയസ്കൻ അതാ നമുക്ക് മുമ്പേ നടന്നു നീങ്ങുകയാണ്. അയാൾ നടന്നു നീങ്ങുന്നത് ഒരു കല്ലറയുടെ ശിരോഭാഗത്തേക്കാണ്. അയാൾ ആ കല്ലറയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പാപിക്ക് മാപ്പ് തരൂ, ഈ മഹാപാപിക്ക് മാപ്പ് തരൂ. അയാൾ അവിടെ നിന്നും എഴുന്നേറ്റു. ദൈവപുത്രൻ മാനവ കുലത്തിന് നൽകിയ രക്ഷയെ പ്രഘോഷിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്നും നടന്നു നീങ്ങി. നവ്യമായൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിതാ നൽകുന്നു, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ നിങ്ങളെ ഞാനെന്ന പോൽ, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ നിങ്ങളെ ഞാനെന്ന പോൽ. ഞാൻ അവതരിപ്പിക്കുന്ന കഥയാണ് മുന്തിരിത്തോപ്പ്. എത്ര മനോഹരം ഈ മുന്തിരിത്തോപ്പ് കാണാൻ! കറുത്തിരുണ്ടുരുണ്ട് പഴുത്തു പാകമായിരിക്കുന്ന മുന്തിരിക്കുലകൾ, സൂര്യരശ്മിയേറ്റ് അവ വെട്ടിത്തിളങ്ങുന്നു. അവയെ വർണ്ണിക്കുവാൻ എനിക്ക് വാക്കുകളില്ല. തോട്ടം മുന്തിരിത്തോട്ടം, തോട്ടം മുന്തിരിത്തോട്ടം, സമൃദ്ധ മുന്തിരിത്തോട്ടം, എത്ര മനോഹരം തോട്ടം, തോട്ടം സമൃദ്ധ മുന്തിരിത്തോട്ടം, സ്വർണ്ണ മാറ്റു നിറയ്ക്കും മുന്തിരി കുലകൾ പഴുത്തുവരും തോട്ടം, മുന്തിരിത്തോട്ടം. ഈ തോട്ടത്തിന്റെ തൊട്ടെതിർവശത്തായി അതാ ഒരു മനോഹരമായ സൗധം. അത് അഹാബ് രാജാവിന്റെ കൊട്ടാരമാണ്. ഒരു സായം സന്ധിയിൽ അഹാബ് രാജാവ് തന്റെ മട്ടുപ്പാവിൽ ഉലാത്തുകയായിരുന്നു. പെട്ടെന്നാണ് വശ്യസുന്ദരവും വളരെ മനോഹരവുമേറിയ നാബോദിന്റെ ആ മുന്തിരിത്തോപ്പ് തന്റെ കണ്ണുകളിൽ കുടുങ്ങുന്നത്. അയാൾ ആ മുന്തിരിത്തോപ്പിനെ വിലയിരുത്തി. തന്റെ ആ കൊച്ചു മുന്തിരിത്തോപ്പ് അതിനു മുമ്പിൽ ഒന്നുമല്ല. അത് എങ്ങനെയെങ്കിലും തനിക്ക് സ്വന്തമാക്കണം, സ്വന്തമാക്കിയേ തീരൂ എന്ന് ദൃഢപ്രതിജ്ഞയെടുത്തു. ആ രാത്രി മുഴുവനും അഹാബ് രാജാവിന്റെ മനസ്സിൽ ആ മുന്തിരിത്തോപ്പിനെ കുറിച്ചുള്ള കാഴ്ചകളായിരുന്നു. നേരം പ്രഭാതമായി. ആരവിടെ അഹാബിനെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ. ഭൃത്യൻ ഉടനടി നടന്നുപോയി. നാബോദ് തൽക്ഷണം രാജസന്നിധി ഹാജരായി. രാജാവ് വളരെ പുഞ്ചിരിയോടുകൂടി അവനോട് ചോദിച്ചു, ആ കാണുന്ന വശ്യസുന്ദരവും വളരെ മനോഹരവുമേറിയ മുന്തിരിത്തോപ്പ് നിന്റേതാണോ? അത് നീ എനിക്ക് നൽകുക. ഞാൻ അതിന് പ്രതിഫലമായിട്ട് എന്റെ മുന്തിരിത്തോപ്പോ അല്ലെങ്കിൽ പണമോ നൽകാം. ഇല്ല പ്രഭു, അത് മാത്രം അങ്ങ് എന്നിൽ നിന്ന് ചോദിക്കരുത്. അത് എന്റെ പൂർവ്വപിതാക്കന്മാർ എനിക്ക് തന്ന സ്വത്താണ്. പൂർവികർ തന്ന മുന്തിരിത്തോട്ടം, ജീവന്റെ ജീവന ചക്രവർത്തി. എന്തു വന്നാലും ആരെതിർത്താലും ഇല്ലാതിരില്ലീ തോട്ടം. എന്ത് ധിക്കാരം നമ്മുടെ രാജസന്നിധിയിൽ നിന്നും കടന്നു പോവുക. നാബോദ് വളരെ വിഷമിച്ച് അവിടെ നിന്നും കടന്നുപോയി. ആ രാത്രിയിൽ അഹാബ് രാജാവിന് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. തന്റെ പത്നി അഹാബ് രാജാവിനോട് ചോദിച്ചു, അങ്ങനെ വളരെ സങ്കടത്തോടെ ഇരിക്കുന്നത്? അങ്ങേ ഞാൻ എപ്പോഴും കാണുമ്പോൾ അങ്ങയുടെ മുഖം പ്രകാശമായിരുന്നു, എന്നാൽ ഇന്ന് അത് വളരെ മങ്ങിയിരിക്കുന്നു. അഹാബ് രാജാവ് തന്റെ ഭാര്യയോട് ഒന്നും പറയാൻ തയ്യാറായില്ല. തന്റെ ഭാര്യ പറഞ്ഞു, അങ്ങയുടെ എല്ലാ സുഖത്തിലും സന്തോഷത്തിലും പങ്കുവെച്ചവളാണ് ഞാൻ. എന്നോട് പറയുക. നടന്ന കാര്യങ്ങളെല്ലാം അഹാബ് രാജാവ് തന്റെ ഭാര്യയോട് പറഞ്ഞു. അതിൽ നാബോദിനെ വധിക്കുമെന്നും പറഞ്ഞു.
ഇല്ല പ്രഭു, അങ്ങ് നാബോദിനെ വധിക്കരുത്. അങ്ങ് നാബോദിനെ വധിച്ചാൽ ഈ കാണുന്ന രാജ്യം മുഴുവൻ അങ്ങേക്ക് എതിരാകും. അതുകൊണ്ട് അങ്ങ് നാബോദിനെ വധിക്കരുത്. അവന്റെ മേൽ രാജദ്രോഹ കുറ്റം ആരോപിക്കുക. ഭാര്യയുടെ കുതന്ത്രം കേട്ട് വളരെ സന്തോഷവാനായ ആഹാബ് രാജാവ് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബനം നൽകി. നേരം പ്രഭാതമായി. രാജവിളംബരം നടത്തി. നാബോത് ദൈവത്തിനും രാജ്യത്തിനുമെതിരായി കുറ്റം ചെയ്തിരിക്കുന്നു. ഒരു വലിയ ജനാവലി അവന്റെ വീട്ടിലേക്ക് ഓടി. തന്റെ കുടിലിൽ കതകടച്ച് ഒരു മൂലയ്ക്ക് പേടിച്ചരണ്ട മാൻപേടയെ പോലെ നാബോത് ഇരുന്നു. പെട്ടെന്നതാ ഒരു മനുഷ്യൻ ആ കതക് ചവിട്ടിപ്പൊളിച്ച് അവനെ രാജസന്നിധിയിൽ ഹാജരാക്കി. തനിക്ക് വേറെ മാർഗമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ ദൈവത്തെ നാബോത് വിളിച്ചു. പിടയുന്ന ഹൃദയവും നീറും മനസ്സുമായി നിൽക്കുന്നു വിനാശങ്ങൾ മുന്നിൽ. കാഴ്ചകളോടങ്ങെ പുഷ്പങ്ങൾ കൊണ്ട് ഒരുക്കുന്നു ഞാനൊരു ഹാരം. രാജസന്നിധിയിൽ നിന്നും ആഹാബ് രാജാവ് താഴത്തേക്ക് ഇറങ്ങി. വളരെ പുച്ഛഭാവത്തോടു കൂടി നാബോദിനോട് അദ്ദേഹം ചോദിച്ചു, ഇവരെ ആരോപിക്കുന്ന കുറ്റമെല്ലാം നീ ചെയ്തിട്ടുണ്ടോ? ഇല്ല പ്രഭു, അവയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ദൈവത്തിനും രാജ്യത്തിനുമെതിരായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. വിധി നടപ്പാക്കാൻ രാജാവ് ജനങ്ങളെ ഏർപ്പെടുത്തി. കേട്ടപാടെ ജനങ്ങളെല്ലാം പാറക്കല്ലുകൾ നാബോദിന് നേരെ എറിഞ്ഞു. അതിൽ ഒരു കല്ല് നാബോദിന്റെ തലയ്ക്ക് കൊണ്ടു. രക്തം 4 പാടും ചിതറി. നാബോത് മരിച്ചു വീണു. ചുടുനീണ മുഴുകിയ ഭൂമിയിൽ പ്രപഞ്ചമാകെ നടുങ്ങി. സ്നേഹത്തിൻ നയമൊഴി മൂട്ടിൽ പ്രബലങ്ങൾ താണ്ഡവമാടി. കുറെ നാളുകൾക്ക് ശേഷം ആഹാബ് രാജാവ് തന്റെ രാജ്ഞിയെയും കൂട്ടി മുന്തിരിത്തോപ്പ് കാണുവാൻ ഇറങ്ങി. പെട്ടെന്ന് ആകാശ ദിക്കിൽ നിന്നും ഒരു അശരീരി, നാബോദിനെ വിധിച്ച അതേ ജനങ്ങൾ നിന്നെയും വിധിക്കും. രാജാവ് പരിഭ്രാന്തനായി. അദ്ദേഹം രാജകൊട്ടാരത്തിലേക്ക് ഓടി. കിരീടവും ചെങ്കോലും തട്ടിമാറ്റി. ഒരു സാധാരണ മനുഷ്യനായി ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിച്ചു. നമ്മൾ ആദ്യമേ പറയുന്ന ആരോഗ്യ ദൃഢഗാത്രനായ ആ മധ്യവയസ്കൻ മറ്റാരുമല്ല, ആഹാബ് രാജാവാണ്. ആ ഗാനം ഞാൻ ഒന്നും കൂടെ ആലപിക്കട്ടെ. നവ്യമായൊരു കൽപ്പന നിങ്ങൾക്ക് ഇതായേകുന്നു, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ നിങ്ങളെ ഞാനെന്ന പോൽ. തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ നിങ്ങളെ ഞാനെന്ന പോൽ. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.